ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് ഉണ്ടാക്കാൻ പോണത്. നല്ല കളറും നല്ല പിങ്ക് കളർ വന്നിട്ടുണ്ട്. ഇതിന് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ഒരു ദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. അവരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് പല പല റെസിപ്പീസ് ഇടാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ വഴിയെ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെ ഉണ്ടെന്നുള്ളത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൽ ചില ഇൻഗ്രീഡിയൻസ് സ്പെഷ്യലായിട്ട് ചേർത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ദോശയ്ക്കൊരു പിങ്കിഷ് കളറൊക്കെ വരുന്നത് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, എന്നാൽ അത്യാവശ്യത്തിന് അരികൊക്കെ ഒരു ക്രിസ്പി ആയിട്ടും ഇരിക്കുന്നുണ്ട്. നല്ലൊരു എരിവുള്ള ഒരു പച്ചമുളകിൻ്റെ ചട്നി. ശരിക്കും ഞാൻ 1 കപ്പ് ചാമ അരിയാണ് കേട്ടോ എടുക്കണം. മെമ്പേഴ്സിൻ്റെ എണ്ണ അനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ 1 കപ്പ് അളവിനാണ് പറയണത്. പിന്നെ അളവ് ഓർമ്മിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ തന്നെ തുവരം പരിപ്പ്, നമ്മുടെ സാമ്പാർ പരിപ്പ് ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നമ്മുടെ ചുവന്ന അവിലാണ് ഇടണം കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇടുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം. കഴുകി വെച്ചിട്ടുണ്ട്. കുതിർന്ന് കിട്ടാനുള്ള വെള്ളം കുറച്ച് ഒഴിക്കാം. പിന്നെ ഇതിലേക്ക് അരഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് വറ്റൽമുളക്, ഒരു പിരിയൻ മുളകാണ്, ഒരു 5 എണ്ണം. അതും ഈ വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ, എന്നാൽ വേഗം അരഞ്ഞ് കിട്ടും. അതിന് ശേഷം ഇനി അരയ്ക്കണ സമയത്ത് ഒരു 2 ഇൻഗ്രീഡിയൻറ്റും കൂടി ഇട്ടിട്ട് നമുക്ക് അരയ്ക്കാം. അപ്പോൾ ഇതിവിടെ കുതിരട്ടെ. ഒരു 4-5 മണിക്കൂറോളം കുതിർത്താൻ വെച്ചതിന് ശേഷം പിന്നെ എടുത്തിട്ട് അരച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ ഫെർമെൻറ്റ് ചെയ്യാൻ, പുളിപ്പിക്കാൻ വെക്കുകയൊന്നും വേണ്ട. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. ഇപ്പോൾ നമ്മൾ 5-6 മണിക്കൂർ കുതിർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ അരയ്ക്കാം കേട്ടോ. അതിന് ശേഷം ഇത് ഒന്ന് മിക്സിയിലിട്ടിട്ട് അരയ്ക്കാം. അപ്പോൾ ഇത് ഫുള്ള് ഇതിലിട്ടിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തക്കാളി ഒന്ന് അരിഞ്ഞ് ഇടാം ഇതിൽ. ഒരു 1/2 ടീസ്പൂണ് ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇടുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നൈസായിട്ട് അരച്ചിട്ട്. അപ്പോൾ നമ്മുടെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. നെയ്യൊക്കെ നെയ്യ് പാരാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയൂ കേട്ടോ. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ് എപ്പോഴും. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതായത് അരച്ച് വെച്ച് ഒന്ന് പുളിക്കാൻ വയ്ക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് ഒരു തക്കാളി വലുത് ഞാൻ അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ചെറിയൊരു പുളിയും കിട്ടും. പിന്നെ ഒരു 4-5 മണിക്കൂറാണ് അത് വെക്കേണ്ടത് കേട്ടോ കുതിർത്താൻ. ഓവർനൈറ്റ് വെക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് നന്നായി കുതിർന്ന് കിട്ടുന്നു മാത്രം, പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കാനാണ്, രാത്രി ഡിന്നറിനാണെന്നുണ്ടെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ടാലും രാത്രി ആകുമ്പോഴേക്കും നമുക്ക് അരച്ചിട്ട് അപ്ലൈ ഉണ്ടാക്കാം. ഇന്നത്തെ കാലത്ത് എല്ലാവരും അരി ഉഴുന്നൊക്കെ വല്ലാതെ യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. എന്നുവെച്ചാൽ ഷുഗർ അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ ഇതിൽ അധികം നമ്മൾ ഇട്ടിട്ട് തന്നെയല്ലേ, ഉഴുന്നൊക്കെ 1 ടേബിൾ സ്പൂണ്. പിന്നെ ബാക്കി മൊത്തം അധികം എടുത്തിരിക്കുന്നത് ഷുഗറുകാർക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ചാമ. അതിട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇത് നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഹെൽത്തിയാണോ വിചാരിച്ചിട്ട് ടേസ്റ്റ് ഇല്ലയെന്നില്ല. നല്ലൊരു വെളുത്ത പച്ചമുളക് ഇട്ടിട്ടുള്ളൊരു ചട്നിയോ പുതിന ചട്നിയോ എന്തെങ്കിലും ഉണ്ടാക്കിയ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം.
ഓക്കെ, താങ്ക് യു.